കുടികിടപ്പ് സമര പോരാട്ടങ്ങളുടെ രക്തസാക്ഷി വള്ളിക്കാട് വാസുവിന്റെ 56ാം രക്തസാക്ഷി ദിനം CPIMന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. വള്ളിക്കാട്ടിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കരിനിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും പുതിയ UDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടികിടപ്പ് സമര ചരിത്രത്തിലെ ആവേശം വള്ളിക്കാട് വാസുവിന്റെ ഓർമ്മ പുതുക്കി വള്ളിക്കാടിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. റെഡ് വോളണ്ടിയർ മാർച്ചോടും പ്രകടനത്തോടും കൂടിയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ കരിനിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ UDF സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തൊഴിലാളികൾക്കെതിരായ കരിനിയമങ്ങളുണ്ട്. ഈ കരിനിയമങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ സ്വീകരിച്ചത്. UDF ഗവൺമെന്റ് എന്ന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ, കർഷക വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കില്ല എന്ന സമീപനം UDF സ്വീകരിക്കുമോ? വരാനിരിക്കുന്ന നാളുകളിൽ നാം അത് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കാകെ സൗജന്യ യാത്ര, ഇതാണ് വാഗ്ദാനം ചെയ്തത്. അത് നടപ്പിലാക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPIMന്റെയും നിലപാട്. ഇത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുമ്പോൾ KSRTC പൊതുവെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. സർക്കാർ പണം നൽകിക്കൊണ്ടാണ് പെൻഷനും ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഏകദേശം 100 കോടിയോളം രൂപ ബാധ്യത വരുന്ന സ്ത്രീകളുടെ ഈ യാത്രാ പ്രശ്നത്തിൽ അവർ നൽകിയ വാഗ്ദാനങ്ങൾ നൽകി പാലിക്കണം. അങ്ങനെ പാലിക്കുമ്പോൾ ചടങ്ങിൽ KK ദിനേശൻ, ആർ ഗോപാലൻ, TP ബിനീഷ് എന്നിവർ സംസാരിച്ചു.